Hey my beautiful souls, welcome back to my channel. Very good morning. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ മാറി ഗുഡ് ന്യൂൺ ഒക്കെ ആയി പോയിട്ടുണ്ടായിരിക്കും. ബട്ട് സിൻസ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് നൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. സോ ദാറ്റ് ഈസ് ദ റീസൺ ഞാൻ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. സോ നമ്മളുടെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഗ്രസ് അല്ലെ. സോ ആ ഒരു എനർജി നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്തു വരുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു സൈൻ ആണ് ഓർ കൺഫർമേഷൻ ആണ്. അത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആക്ഷൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്ത് ഇമോഷൻസ് ഓർ എങ്ങനെയാണ് ചില സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്, സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യാണ്. വാട്ട് ഐ കൻ സീ ഈസ് ഒരു നല്ലൊരു പാരന്റിനെ പോലെ, അതായത് ഫോർ എക്സാമ്പിൾ കുട്ടികൾ കിടന്ന് കരയാണ്. സോ ആ ഒരു കരച്ചിൽ നമ്മൾ എൻകറേജ് ചെയ്യുന്ന രീതിയിലല്ല ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടത് അല്ലെ. സോ വാശി പിടിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈവൻ നല്ലതല്ല എന്നുണ്ടെങ്കിലും അവർ പിന്നെയും അതേ ശീലം തന്നെയായിരിക്കാൻ കാണിച്ചുകൊണ്ടിരിക്കുക അല്ലെ. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കുക. സോ മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരിക്കണം, ഒരുപാട് കരയുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു സ്ട്രഗിളിന് നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അതായിരിക്കാം നിങ്ങൾ കോൺസ്റ്റന്റ്ലി ചിന്തിക്കുന്നുണ്ടായിരിക്കുക, ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കുക. റൈറ്റ്, ഒരു അക്ഷരം പോലും പറയാണ്ട് ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ എങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൺടിൽ അൺലെസ് നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നത് വരെ. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോയി, നിങ്ങളുടെ കഷ്ടപ്പാട് എത്ര വർഷം നിങ്ങൾ ഒരു കഷ്ടപ്പാടിൽ പോയി, എത്ര വർഷം നിങ്ങൾ സെന്റിമെന്റൽ ആയിട്ട് പോയി കരഞ്ഞു കഷ്ടപ്പെട്ടു, അവിടുന്ന് നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന സമയത്താണ് ഐ നോ ദാറ്റ് ഈ ഒരു വാക്ക് കേട്ട സമയത്ത് ഒരുപാട് ആളുകളുടെ ഒരു ഐ ഓപ്പണിങ് പോലെയാണ് അല്ലെ. കണ്ണ് തുറക്കാൻ പറ്റിയിട്ടുണ്ടാവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ബോധം വന്നിട്ടുണ്ടാവും ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക്. ഓക്കെ, നല്ല രീതിയിൽ എടുക്കുക ബോധം വന്നെന്ന് പറയുന്ന സമയത്തൊക്കെ. കാരണം ചില ആളുകൾ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ മനസ്സിലാക്കുക, ഡിവൈൻ നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ എത്ര വാശി കാണിച്ചാലും കരഞ്ഞാലും സെന്റിമെന്റൽ ആയിട്ട് കാണിച്ചാലും അതൊരു കാര്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ സ്മാർട്ട് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു തുടങ്ങാം. ഓക്കെ, ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കാതെ അവിടെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിക്കുക ബെറ്റർ ആയിട്ട് അതിലേക്ക് വരാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്ത് സങ്കടപ്പെട്ട്, ഓക്കെ അത് കിട്ടുന്നത് വരെ സങ്കടപ്പെട്ടിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് മീ, ലൈക്ക് ഇത് ഞാനല്ല പറയുന്നത്. ഓക്കെ, സോ ദിസ് എ മെസ്സേജ് ഫോർ യു. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ്ലി ഓർ അൺഎക്സ്പെക്ടഡ്ലി കാണുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു 1 വീക്ക് ടൈം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. റൈറ്റ്, സോ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ആയിക്കോട്ടെ, നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവിടെ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക, പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഓക്കെ, സോ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇട്ടു തരിക. ആ ഒരു ടൈമിലാണ് ഡിവൈൻ ആക്ഷനിലേക്ക് വരിക. അതല്ലാതെ അവിടുന്ന് നിങ്ങൾക്ക് ഒന്നും ബെറ്റർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. സൈലന്റ് ആയിട്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് ഡിവൈൻ നിങ്ങളുടെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രസ് ഇല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. എന്താണ് തരാത്തത്? ബിക്കോസ് ഡിവൈൻ അറിയാം നിങ്ങൾക്കത് ശരിയായിട്ടുള്ള ഒരു ടൈം അല്ല, ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം അപ്രോച്ച് ചെയ്യുന്നത് ശരിയായിട്ടല്ല എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ചിലത് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുക, മാറ്റി ചിന്തിക്കുക, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ എയിം ആയിരിക്കാം, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക്, നിങ്ങളുടെ ആളുകളിലേക്ക് ഫോക്കസ് ചെയ്യുക, വർക്ക് വിത്ത് യുവർ ഫാമിലി. ഓക്കെ, സോ നിങ്ങളുടെ പാർട്ട്ണർ ഓർ നിങ്ങളുടെ പാരന്റ്സ് ഓർ നിങ്ങളുടെ ഫാമിലി ആരാണ് നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ളത് അവരുടെ കൂടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ആരാണ് നിങ്ങളുടെ ഇമോഷൻസ് കൂടുതൽ കണക്ട് ചെയ്യുന്നത് അവരുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതും എക്സ്പ്ലോർ ചെയ്യേണ്ടതും എൻജോയ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് മെയിൻലി ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആ ഒരു മാറ്റം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ആ ഒരു ആക്ഷനിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ചില ആളുകളുമായിട്ട്
ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ സിറ്റുവേഷനെ പറ്റിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കാം, ഓർ ചില കാര്യങ്ങളിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നതായിരിക്കാം, ജോബിനെ പറ്റി, നിങ്ങളുടെ ഒരു അവസ്ഥയെ പറ്റി എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഫിക്സ് ചെയ്യാം, എങ്ങനെ ഈവൻ ലൈക്ക് അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ കുറെ കാലത്തിന് ശേഷമൊക്കെ ഒരു സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ സറൗണ്ടിങ്ങിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വളരെ സമാധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. ഇത്ര കാലമായിട്ട് വലിയ ദേഷ്യക്കാരോ അല്ലെങ്കിൽ വലിയ അഗ്രസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ദേഷ്യം വരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സമാധാനമായിട്ടൊക്കെ നോക്കൂ. ഓക്കെ, സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സമാധാനമായിട്ടുള്ളൊരു ആ ഒരു പരിസരത്തൊക്കെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നിങ്ങൾ ചില ആളുകൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ആക്ഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുകയാണ്. അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. സോ അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് പെട്ടെന്ന് ലൈക്ക് സഡൻ ആയിട്ട് നോക്കുന്ന സമയത്തായിരിക്കും അതുവരെ കാണാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുവരെ കാണാത്ത ആളുകളൊക്കെ നിങ്ങൾ ലൈഫിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ പ്രോബബ്ലി ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ബട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സമയത്ത് ചില കാര്യങ്ങൾ നാച്ചുറലി നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സറൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതി, അത് ചില ആളുകൾ വളരെ നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ എടുക്കുന്ന രീതി. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ചില പ്ലേസിൽ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും അപ്പിയർ ചെയ്യുന്ന സമയത്തും പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫ് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു ടൈമിൽ വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്തും അതായത് അപ്പിയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈവൻ നിങ്ങളുടെ തൊട്ടടുത്ത് ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു അറ്റൻഷൻ കൊടുക്കുന്നില്ല, നിങ്ങളുടെ എനർജി കൊടുക്കുന്നില്ല. ഓൾറൈറ്റ്, സോ ചില പ്ലേസ് നിന്ന് ഈവൻ നിങ്ങളുടെ ഒരു പ്രോബ്ലം നിങ്ങൾ ഡെയിലി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇനി ഇമോഷണലി കണക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻ. അത് ആളുകളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ. ഓക്കെ, സോ ചില ഇമോഷൻസ് അവിടെ ഫെയ്ഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില ഇമോഷൻസ് ഇനി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. മേ ബി ലൈക്ക് അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമോഷൻസ് ആയിക്കൊള്ളണമെന്നില്ല. അതായത് ചില കാര്യങ്ങൾ വേണം തോന്നുക, ചില കാര്യത്തിനോടുള്ള ക്രേവ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചില ആളുകൾക്ക് നോൺ വെജ് വലിയ ക്രേവ് ഉള്ള ആളുകളായിരിക്കാം അല്ലെ. പക്ഷെ അത് അവര് ജനിച്ച് വളർന്നിട്ടുള്ള ഒരു ചുറ്റുപാടിന് അവർ കണക്ട് ചെയ്തിട്ടുള്ള അതും ശീലിച്ചതുമായിട്ടുള്ള ചില കാര്യമായിരിക്കാം. പക്ഷെ ഓരോ തിരിച്ചറിവിലേക്ക് വരുന്ന സമയത്താണ് എനിക്കിത് ആവശ്യമില്ല, എന്റെ ശരീരത്തിന് ഇത് ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നോൺ വെജ് കഴിക്കുന്നത് റോങ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതല്ല. ഓക്കെ, ഈവൻ ഞാനും കഴിക്കാറുള്ള ആളായിരുന്നു. ഇപ്പൊ സ്ലോലി ലൈക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്ന സമയത്ത് ഇതുപോലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഒരു ഇമോഷണൽ ഡിസ്കണക്ഷൻ, ഒരു താല്പര്യക്കുറവ് ചില കാര്യത്തിനോട് നിങ്ങൾക്ക് ഉണ്ടാവും. ബിക്കോസ് നിങ്ങളത് നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്തു വരുന്നത് കൊണ്ടാണ്. അത് ആളുകളായിരിക്കാം, വസ്തുക്കളായിരിക്കാം, സിറ്റുവേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള എന്ത് കാര്യമായിരിക്കാം. ഓക്കെ, സോ ചില കാര്യത്തിനോട് വലിയ താല്പര്യം തോന്നും, ചില കാര്യത്തിനോട് താല്പര്യം തോന്നില്ല. ഓക്കെ, സോ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഒരു ഫ്ലോയിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ പുതിയ ഇന്റൻഷനിലേക്കാണ് വരുന്നത്. പുതിയ ഫാന്റസീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾക്ക്, പുതിയ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് പുതിയ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സോ അവിടെ ഒരു പുതിയൊരു ഫീലിങ്സ് ഒക്കെ ജനിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഇപ്പൊ നിങ്ങൾക്ക് പുതിയ താല്പര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് പഴയ റിലേഷൻഷിപ്പ് വിടാന്നുള്ളതല്ല, നിങ്ങൾക്ക് ചില പുതിയ താല്പര്യങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അതുവരെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നുണ്ട്, ഓർ ചില കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പുതിയൊരു ഫാന്റസി ഉണ്ടാവുന്നുണ്ട്, പുതിയ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് നിങ്ങളൊരു ഡേ ഡ്രീം പോലെയാണ് നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരു പ്ലേസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
പക്ഷെ നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ കണക്ട് ചെയ്യുന്നതും നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ റിഫ്രഷ് ചെയ്യുന്ന തോട്ട്സും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യവും ചിന്താഗതിയും ഒക്കെ ആയിരിക്കാം ചില ആളുകൾക്ക് ഉണ്ടാവുക, അല്ലെ? സോ ചില ആളുകൾ നല്ല രീതിയിൽ ഫിലിം പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആക്കുന്നതും. കാരണം നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഡിസ്കണക്ട് ആവുകയാണ്. സോ ചില പ്ലേസും നമുക്കറിയാം, ചിലത് നമ്മൾ അങ്ങനെ വിട്ടുകളയുന്ന സമയത്താണ് ഒരു അട്രാക്ഷൻ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നമ്മൾ ചേസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത്, റൈറ്റ്? സോ ചില കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടില്ല. ഇതുവരെ നിങ്ങൾക്ക് എന്താണ് അറിയില്ല, എന്ത് ഫോക്കസ് ചെയ്യണം, ആരെ ഫോക്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ അറിയാത്തൊരു പ്ലേസിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ലൈഫിൽ കുറെ കൂടി ഇൻട്രസ്റ്റ് ആക്കുന്ന ചില കാര്യത്തിലേക്ക് വരാൻ സാധിക്കും. അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷേ വർക്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ബട്ട് ഓൾ ഓഫ് സഡൻ മേ ബി ടുഡേ പെട്ടെന്ന് നിങ്ങൾക്ക് ജോബില് വലിയൊരു അട്രാക്ഷൻ ഉണ്ടാവും, വലിയ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും. അത് ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും അത്ര സമയമായിട്ട് നിങ്ങൾക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നു, മേ ബി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ആ ഒരു റൂട്ടീനിൽ പോവായിരിക്കാം. ബട്ട് ഓൾ ഓഫ് സഡൻ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയാണ്, അവിടെ സ്നേഹം ഉണ്ടാവുകയാണ്, അവിടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയാണ്, ഒരു പ്രസൻസ് ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, അവര് നിങ്ങളുടെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ഇപ്പം നമ്മളുടെ ഒരു ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളാണ് അവിടെ മെയിൻ റോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ്, റൈറ്റ്? ആ ഒരു രണ്ട് പ്ലേസിൽ, ആ ഒരു രണ്ട് വ്യക്തികളിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കൂടുള്ള ആളുകൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാണ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിൽ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർ സന്തോഷമായിട്ട് നിൽക്കുന്നു, അവർ സന്തോഷമായിട്ട് പെരുമാറുന്നു, അതൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് മൈൻഡ് റിഫ്രഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? സോ നിങ്ങൾക്ക് ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുക. അതായത് നിങ്ങൾ കൂടുതൽ റിസീവ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വലിയ രീതിയിൽ ഇങ്ങനെ ആക്റ്റീവ് ആവുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അതായത് വലിയ സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക് കുട്ടികളെ പോലെ. ഓക്കെ, സോ അത് നമുക്കറിയാം, നമ്മള് വലിയ സേഫ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഫ്രീക്വൻസിക്ക് വലിയ ഡിഫറെന്റ് ആണ്, അല്ലെ? സോ വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാരന്റ്സ് വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു പ്രസൻസ്, അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണാൻ നമുക്ക് വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ നമ്മുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും, അല്ലെ? സോ നമ്മുടെ പാർട്ട്ണർ നമ്മളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കുട്ടികൾ നമ്മളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു യങ് എനർജി വലിയ രീതിയിൽ ഇങ്ങനെ അവേക്കൻ ആവും, അല്ലെ? സോ നിങ്ങൾക്ക് അതുപോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം ചില ആളുകൾ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെ പോകുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്തുകൊണ്ടോ, നിങ്ങൾ ഉറക്കൊഴിഞ്ഞ് ചില കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ടോ, ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു ലാക്നെസ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടോ ഒരു ഗുണമില്ല. ഓക്കെ, നിങ്ങൾ അവിടെ ഒരു രീതിയിൽ ഹെൽപ്പേ ചെയ്യില്ല അൺടിൽ നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാതെ. നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സഹായം ഉണ്ടാവില്ല നിങ്ങളുടെ ആക്ഷനിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവാതെ. ഓക്കെ, സോ മാറ്റിപ്പിടിക്കുക. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി മാറ്റിപ്പിടിക്കേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ആയിട്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.